ആത്മാവ് എവിടെ ഇറങ്ങുന്നോ ഓൺ ദ സ്പോട്ടിൽ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കും. Wherever the Holy Spirit comes, at once and on the spot, situations will change. Amen. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? Can you believe? Amen. സാഹചര്യം മുഴുവനും മാറും. All your situations will change. ആമേൻ. Amen. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ, ന്യൂ ബിഗിനിങ്സ്, ആമേൻ, പുതിയ ചാപ്റ്ററുകൾ, ഇതെല്ലാം ദൈവം തുറക്കാൻ പോകുകയാണ്. The Lord is about to open new chapters and new beginnings in your life. Amen. ആമേൻ. Amen. നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. You should have a qualified life, quality, character. എപ്പോഴും വിശ്വാസികൾക്ക് ഒരു ക്വാളിറ്റി വേണം, ബിബ്ലിക്കൽ ക്വാളിറ്റി. You should all of us who are believers, you should have a biblical standard. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡ്. Yes, the Christ, higher standard of Christ. ആമേൻ. Amen. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് ഊതി ബ്ലോ ചെയ്തിരിക്കുകയാണ്. The life of God is being blown into our lives. ഹല്ലേലൂയ. Hallelujah. ആ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ അകത്ത് വരുമ്പോൾ നാം ക്രിസ്തുവിന്റെ ക്യാരക്ടർ നാം വെളിപ്പെടുത്തും. When the power of the Holy Spirit, power of Jesus, the life of Jesus is inside us, we will demonstrate the character of Jesus. Amen. കർത്താവിന് എല്ലാം സ്വന്തമായി ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല. നമ്മളിലൂടെ ചെയ്യാൻ ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് തൻ്റെ ജീവൻ നമ്മളിലേക്ക് അയച്ചത്. He could have done all of it by himself, but he did not like that. That's why he sent his life into us so that we can demonstrate him. നിങ്ങൾ അകത്ത് ക്രിസ്തു ഇരിക്കുമ്പോൾ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് സംഭവിക്കും. When the life of Christ is abiding in us, and when you say or utter something, it will happen. നിങ്ങൾ പറയുമ്പോൾ barrenness will be removed. Yes, when you utter the word of God, barrenness will be removed. നിങ്ങൾ എന്ത് കൽപ്പിക്കുന്നോ അത് നിങ്ങളുടെ വായുടെ അധികാരത്തിൽ ഇരിക്കുന്നു, അത് സംഭവിക്കും. Whatever you command, the authority is in your tongue and it will take place. Amen. ഞങ്ങൾ ചില രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റുകൾ ഞങ്ങൾക്ക് അനുകൂലമാകാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. Sometimes when we visit nations, sometimes when we pray that the climatic conditions will change as we step into the country, it has happened. Amen. Amen. ഇന്ന് നിങ്ങളിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. Today something is going to happen among us. ദൈവം എന്തോ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. He is about to do great things among us. നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? Do you believe in the word of God? ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാണ്. Your life is going to change upside down. ഹല്ലേലൂയ. Hallelujah. Acts chapter 3 verse 6. Acts chapter 3 verse 6. വായിച്ചോ, ഇംഗ്ലീഷ് വായി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. Peter said like this, I do not have silver or gold, but what I have I give to you. In the name of Jesus Christ of Nazareth, rise up and walk. ഈ വാക്ക് പറയുമ്പോൾ മിറക്കിൾ കൂടെ സംഭവിച്ചു. When he commanded, the miracle happened. നിങ്ങളുടെ ഈ ശ്വാസത്തിൽ ദൈവപ്രവൃത്തിയുണ്ട്. In your breath there is the act of God. Miracle of നിങ്ങളുടെ God. വാക്കിനകത്ത് ശക്തി വ്യാപരിക്കുന്നു. In your command or in your utterance there is power. നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുൻപിൽ, ചലഞ്ചസിന്റെ മുൻപിൽ, ട്രയൽസിന്റെ മുൻപിൽ നിങ്ങൾ വറി ചെയ്യരുത്. നിങ്ങളുടെ വാ ചിലത് കൽപ്പിക്കണം, അത് സംഭവിക്കും. When you face challenges and problems, do not get worried or anxious. You just command and there is power. Amen. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചിലർ മാറിപ്പോയെന്ന് വരാം. Sometimes people who you are friends with, they may leave you. എന്നാൽ അത് നല്ലതിനാ.
Sometimes it's for better. അത് ഗുഡ്നെസ്സും ഗുഡ് ന്യൂസും കൊണ്ടുവരും. Sometimes when they leave, there is goodness and good news will come into your life. ദൈവത്തിൻ്റെതായ പ്രോജക്റ്റ് നമ്മളിൽ ഫുൾഫിൽ ചെയ്യാൻ നാം ചിലപ്പോൾ ചില ചലഞ്ചസിലും ട്രയൽസിലും കൂടെ പോകേണ്ടി വരും. Sometimes when we have to walk through trials and challenges in order that the Lord can fulfill His purposes in our lives. അത് നിങ്ങളുടെ പ്രമോഷന് കാരണമാകും. That will cause you to promote you. അത് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ടൈറ്റിൽ എൻലാർജ് ചെയ്യാൻ കാരണമാകും. Sometimes it will promote you and it will make you famous. ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടാൻ കാരണമാകും. That will cause you to prove His favor upon your life. Amen. Amen. നിങ്ങൾ പോയ ചലഞ്ചസിന്റെ മുൻപിൽ നിങ്ങൾ ഡൗൺ ആയാൽ ഒന്നും പ്രാപിക്കാൻ പറ്റുകയില്ല. ചലഞ്ചസിന്റെ മുൻപിൽ നിങ്ങൾ ആത്മശക്തിയിൽ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്കുള്ള അവകാശങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകി തരും. When you face challenges in your life, do not break down, but rise up in power, and you will see the miraculous hand of God. Hallelujah. Amen. Hallelujah. 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 കൂടെ നിൽക്കുന്നവരും മാറും, സീസണുകൾ മാറും, പക്ഷെ ദൈവം ഒരിക്കലും മാറുകയില്ല. Sometimes the people who are walking alongside, they might leave you, seasons might change, but the Lord is always there, right beside you. ഇന്ന് നിങ്ങളുടെ സീസൺ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. Today your season is going to change. Amen. Hallelujah. You believe? You believe? നിങ്ങളുടെ സീസൺ ചേഞ്ച് ചെയ്യാനുള്ള റെയിൻ പെയ്തുകൊണ്ടിരിക്കുകയാണ്. The rain, the showers are happening outside so that your season will change. Amen. Hallelujah. നിങ്ങൾ ഒരു വിന്റർ സീസണിൽ നിന്ന് സ്പ്രിംഗ് സീസണിലേക്ക് കയറുമ്പോൾ ഒരു റെയിൻ വരും. റെയിൻ കഴിയുമ്പോൾ സ്പ്രിംഗ് വെളിപ്പെടും. ഇത് ആശ്ചര്യമായി അതുപോലെ സംഭവിക്കുകയാണ്. Actually, when you are leaving the winter season and you are going into the spring season, you will see the spring is going to, you are going to see the hand of God bringing forth the spring through rain. Amen. You understand? Season shift ചെയ്യാൻ പോവുകയാണ്. The season is going to shift. Amen. People living season change. ദൈവം never change. Amen. Amen. Hallelujah. Amen. Hallelujah. 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 ഈ 7 ദിവസത്തിനകം ഈ സ്പ്രിംഗ് സീസണിലേക്ക് കയറുമ്പോൾ നിങ്ങൾ എന്തോ ചില അവകാശങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. Within 7 days, as you enter the spring season, you are going to receive some rights and privileges. You believe? Next 7 days, 7 ദിവസത്തിനുള്ളിൽ ആമേൻ നിങ്ങളുടെ സീസൺ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്. Within 7 days, you will observe that your season is going to change. Amen. Hallelujah. നിങ്ങളുടെ ഹോർമോൺ വിൽ ബി ചേഞ്ച്. Your hormones will be changed. Your sickness will be changed. Your sickness will be changed. Your worries will be changed. Your worries will be changed. Your sorrows will be changed. Your sorrows will be changed. Your position will be Your changed. position will be changed. Your church will be Your changed. church will be changed. All situation change your life. Amen. Hallelujah. Oh, Sarabakalaba. Oh, hallelujah. Hallelujah. ഈ മീറ്റിംഗ് ഒരു ഷിഫ്റ്റിംഗിന്റെ മീറ്റിംഗ് ആണ്. You are at the point of a turning point with this meeting. ഇതൊരു ഷിഫ്റ്റിംഗിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകും. You are going to be shifted to another season. നിങ്ങളുടെ റിയൽ കോളിംഗിലേക്ക്, അൺവൈലിംഗ് കോളിംഗിലേക്ക്
ദൈവം നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുന്നു. You are going to be connected to your calling, your destiny. Hallelujah. 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 Oh. എന്തോ ഷിഫ്റ്റിംഗ് സംഭവിക്കാൻ പോകും. Some shifting is happening right now. Hallelujah. Hallelujah. Ulalaba seturaba. Shutaraba kalaba santa. Oh. നിങ്ങളുടെ ആരോഗ്യത്തിൽ ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു. There is going to be a shift in your health conditions. Amen. ചിലരുടെ ലൈഫിൽ 5 years എന്നുള്ളത് ഒരു ഷിഫ്റ്റിംഗിന്റെ സമയമാണ്. In some of our lives, some of your lives, there is a verdict of 5 years, but that's going to shift. This year നിങ്ങളുടെ ലൈഫിൽ വെരി ഇമ്പോർട്ടൻസ് ആണ്. This year is an important year in your life. Some major decisions നിങ്ങളിൽ സംഭവിക്കാൻ പോകും. You are going to take some major decisions or enter into some major decisions. ഈ നവംബർ മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ 5 വർഷം എന്നുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, മന്ത്, ഇയർ ഇത് സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, ആ സ്പെഷ്യലായ കാര്യങ്ങൾ ചില സ്പെഷ്യൽ കാര്യങ്ങളിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുന്നു. 2025 month of November, for the next 5 years, there is going to be a shift, and that is going to be connected to your destiny. Hallelujah. Amen. Hallelujah. Amen. ഇത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയുടെ, ആ റിയാലിറ്റിയുടെ ഗുഡ്നെസ് ആൻഡ് ഗുഡ് ന്യൂസ് ഇത് കൊണ്ടുവരുന്ന ഒരു വർഷമാണ് 25. അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റുകയില്ല. സം മേജർ ഡിസിഷൻസ് നിങ്ങൾ എടുക്കാൻ പോകുന്നു. നിങ്ങളെ അതിലേക്ക് എൻട്രി ചെയ്യിക്കാൻ പോകുന്നു. അടുത്ത 7 ഡേയ്സിനുള്ളിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ പോകുന്നു. ദൈവം ചിലർക്ക് ജനറേഷനെ കൺസീവ് ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം സംഭവിക്കാൻ പോകുകയാണ്. That was a very, very long sentence. I've lost half of it. Yes, okay. So, from the month of November, Master. I don't do it. Hallelujah. Okay, from the month of ഈ November. വർഷം Yes. അത് ഞാൻ പറഞ്ഞോട്ടെ. Within 7 days, you're going to enter into some major decision making. ഈ നവംബർ 14 November 14th, 2025 onwards. അതിനിപ്പുറത്ത് ഇതിൽ ചെന്ന് കയറുമ്പോൾ മിറക്കിളുകളാൽ നിങ്ങൾ നിറയപ്പെടും. Okay, before the month of November 2025, before that date, you're going to be receiving many, many miracles. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ In any of your lives, നവംബർ 14 ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണെങ്കിൽ ഈ തൂത് വിശ്വസിച്ചോണം, ചില പ്രോമിസസ് എല്ലാം കൺസീവ് ചെയ്യാൻ പോവുകയാണ്. if November 14th is important in your life, some of the promises are going to be conceived, and that's a very important, right? Yes. എന്താ നിങ്ങളുടെ ജീവിതത്തിൽ യുവർ വെഡിങ്? ഓ 14 വെഡിങ്. ഹല്ലേലൂയ. കർത്താവ് അത് മിറക്കിളാക്കി മാറ്റാൻ പോകും. The Lord is going to bring about a miracle through this. ഈ മാസം മുതൽ നവംബർ 14 വരെയുള്ള സമയങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഈ സഭയിൽ എടുത്ത് ടെസ്റ്റിഫൈ ചെയ്യത്തക്കവണ്ണമുള്ള ചില മിറക്കിൾസ് നടക്കാൻ പോവുകയാണ്. From now to the November 14, 2025, in many of your lives, major miracles are going to take place. Amen. Not small one. Not a small miracle. Big testimonies. You're going to say, This word you believe? you believe? And dancing and jumping. And you've done it. Amen. Amen. I feel that. Hallelujah. 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 Amen. Hallelujah.
Hallelujah. Amen. Amen. Hallelujah. 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 Amen. നിങ്ങൾ ദൈവത്തിന്റെ ഗ്ലോറി ക്യാരി ചെയ്യുന്നവരാണ്. You are going to be the carriers of King's glory. Amen. Amen. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, He told his disciples, നിങ്ങൾക്ക് ഒരു വലിയ പ്രോമിസ് ഉണ്ട്, നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. you have a great promise, so you wait in Jerusalem for the promise that he has given you. ആ പ്രോമിസ് ആണ് ഹോളി സ്പിരിറ്റ്. That promise is the Holy Spirit. കർത്താവിന് നമുക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ്, That is the most precious and the most valuable gift he can give you. യു അണ്ടർസ്റ്റാൻഡ്? ഇത് നമ്മുടെ മേൽ വരുമ്പോൾ When the Holy Spirit comes upon us, യുവർ ലെവൽ, സിറ്റുവേഷൻസ് ഓൾ ചേഞ്ച്. your levels, your situations, they are all going to change. ഇത് വരുമ്പോൾ When the Holy Spirit comes upon us, ഇത് നമ്മുടെ ജീവിതത്തിലെ ഓൾ ഏരിയാസിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. there is going to be a shift in your old challenges and old situations. ഇന്ന് ദൈവം അത് നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് തന്ന പരിശുദ്ധാത്മാവിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. The Holy Spirit wants to remind you today that the promise of the Holy Spirit is very valuable and very ആ precious. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ When you pray in the Holy Spirit, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കും. you are going to receive the answers to your prayers. Amen. Amen. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, When the Holy Spirit comes into your life, ആമേൻ, ഇത് ശക്തി ലഭിച്ചിട്ട് നമ്മൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം ഇത് നമ്മളെ സെൻഡ് ചെയ്യും. when the power of the Holy Spirit comes into us, he is going to send us to Jerusalem, Judea and Samaria and to the ends of the earth. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയർ ലൈഫിനെ ഇൻക്രീസ് ചെയ്യുന്ന, പവർഫുൾ ആക്കി മാറ്റുന്ന ഒന്നാണ് ഹോളി The സ്പിരിറ്റ്. Holy Spirit changes your prayer life. ആമേൻ. Amen. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുമ്പോൾ When the Holy Spirit comes into our lives, നമുക്കൊരാളിനെ ഉടയ്ക്കാൻ തോന്നത്തില്ല. we will not be able to destroy a person. ആ വ്യക്തിയെ ബിൽഡ് ചെയ്യാൻ പറ്റും. We will want to build that person up. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, When that Holy Spirit comes upon our life, ആമേൻ, നാം വ്യക്തികളെ പണിയും, we will build up people and നാം individuals. സഭയെ പണിയും, We will build up churches. നാം രാജ്യങ്ങളെ പണിയും. We will build up nations. സ്വാർത്ഥതകൾ കാണുകയില്ല. Will not have selfishness. അവിടെ ലവ്, സ്നേഹം ഇംപ്ലിമെന്റ് ചെയ്യും. There will be implemented love and love alone നമ്മുടെ ജീവിതത്തിൽ, in our lives. ആമേൻ, വേണ്ടിയത് ഈ ക്രിസ്തുവിന്റെ സ്നേഹമാണ്. This is what we need in our lives, the love of Christ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, Apostle Paul says, ഒനോസിമോസിനെ കുറിച്ച് പറയുകയാണ്, when he was talking about അവൻ Onesimus, പലപ്പോഴും എന്റെ ഹൃദയത്തെ തണുപ്പിച്ചു. many times he calmed me down, he cooled me down, comforted me many times. ആമേൻ, ഹൃദയത്തെ തണുപ്പിച്ചു. He was instrumental in giving me comfort. നിങ്ങളിൽ ഈ ഹോളി സ്പിരിറ്റ് വരുമ്പോൾ, When this Holy Spirit comes upon our lives, നിങ്ങൾ മറ്റുള്ളവരെ മുറിക്കുകയല്ല, നിങ്ങൾ മറ്റുള്ളവരെ തണുപ്പിക്കും. you will not be able to wound others, but you will be able to comfort others. എല്ലാവരും ചവിട്ടിക്കളഞ്ഞതിനെ നിങ്ങൾ പണിയാൻ ശ്രമിക്കും. Whoever is destroyed, you will be able to build them up and lift them up. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആത്മാവിനായി ഇമ്പോർട്ടൻസ് ഉള്ളത്. This Holy Spirit is very important in our Christian life. Hallelujah. Hallelujah. ആമേൻ. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരപ്പന്റെ ഹൃദയം വരുന്നത്. That is when you receive a father's heart. ആമേൻ. എന്താ പൗലോസിന് എപ്പോഴും മറ്റുള്ളവരെ തണുപ്പിച്ചുകൊണ്ടിരുന്നത്? അവൻ ആമേൻ കഷ്ടപ്പെട്ട് നേടിയ ആത്മാക്കൾ നഷ്ടപ്പെടരുത് എന്നവൻ ചിന്തിച്ചു. Why did Apostle Paul always comforted others? Because he knew that the souls he won
through much difficulty, he did not want to lose them. നിങ്ങൾ ആരെ തണുപ്പിക്കുന്നു Whoever you comfort, നിങ്ങളും തണുപ്പിക്കപ്പെടും. you will be comforted as well. Yes, amen. ഞാൻ നിങ്ങളെ തണുപ്പിച്ചാൽ If I comfort you, ആമേൻ, എന്നെ മറ്റുള്ളവർ തണുപ്പിക്കും. God will organize other people to comfort me. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ When I pray for you, ആമേൻ, എനിക്ക് അതിന്റെ ബ്ലെസ്സിംഗ് കിട്ടും. I will also receive the blessing. ആമേൻ. Amen. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിക്കേ, ആമേൻ, നിങ്ങളിലും അതിന്റെ റിസൾട്ടുകൾ വരും. You try praying for others and you will see the result of prayer upon yourself. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് മറ്റുള്ളവരെ തണുപ്പിക്കുന്ന നിജപുത്രന്മാരായി മാറണം. One of the greatest appointments that we have from the Lord is to comfort others and promote others. ദൈവരാജ്യത്തിനു വേണ്ടി ഏത് ശുശ്രൂഷ ചെയ്താലും അതിനൊരു പ്രതിഫലം ദൈവം നമുക്ക് നൽകി തരും. When you do something for the Lord, there is going to be a certain result that the God is going to give you. ബിബ്ലിക്കലായിട്ടുള്ള ഒരു ആക്ഷൻ നമുക്കുണ്ടാകണം. There will be a biblical kind of action that you should perform. അത് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. That only happens when the Holy Spirit comes into your life. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരായി മാറണം. പൗലോസ് ലേഖനങ്ങളിൽ പലയിടത്തും പറയുന്നുണ്ട്, അവൻ എന്നെ തണുപ്പിച്ചു. You should be a people who will be comforting others. Apostle Paul mentioned in the word of God many times that he comforted people. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററെ തണുപ്പിക്കണം. You should comfort your pastor. നിങ്ങൾ ആമേൻ, പരസ്പര ഹസ്ബൻഡ് വൈഫിനെ, വൈഫ് ഹസ്ബൻഡിനെ You തണുപ്പിക്കുന്നവരാണ്. should be a people who should comfort your wives and the wives should comfort their husbands. എപ്പോഴും തണുപ്പിക്കുന്ന ക്യാരക്ടർ നാം ബിൽഡ് ചെയ്യണം. We must build up that character of where you will be comforters of others. ഫാമിലി ലൈഫിൽ നമുക്ക് ഉയർന്നു വരേണ്ട ഒരു കാര്യമാണ് തണുപ്പിക്കുക എന്നുള്ളത്. Each of us should practice in our family life that we must comfort each other. ഹല്ലേലൂയ. Hallelujah. പിന്നെ പരിശുദ്ധാത്മാവിന്റെ ആ ഗ്ലോറി കാരിയർ ചെയ്യുമ്പോൾ When we carry നമ്മുടെ ക്യാരക്ടർ ബേസിൽ ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കും. When we carry the presence and the glory of the Holy Spirit, there is going to be a change in our character, in our nature. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, When this Holy Spirit comes into our life, പരിശുദ്ധാത്മ നിയോഗത്താൽ നിങ്ങൾ നയിക്കപ്പെടും. you will be led by the appointment of the Holy Spirit. ഒരാൾ ഉള്ളത് മാത്രമേ മറ്റൊരാളിന് കൊടുക്കാൻ പറ്റുകയുള്ളൂ. Whatever you have, that's all we can give others. നിങ്ങളിൽ ഹോളി സ്പിരിറ്റിന്റെ ഫലവും പ്രവൃത്തിയും ഉണ്ടെങ്കിൽ അത് മറ്റൊരാളിൽ പകരുവാൻ കഴിയും. When you have the fruit of the Holy Spirit, you will be able to pour that to others. ഹല്ലേലൂയ. Hallelujah.